ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ട് ചെറുതായ ചൂടിൽ വെള്ളം, അതിനകത്ത് നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തെ ബബിൾസ് എല്ലാം പോയി കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തു. പാലും ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. എന്നിട്ട് ഉപ്പൊന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫാൻ ചൂടാക്കാൻ വെച്ചിട്ട് മാവ് അതിലേക്ക് പയ്യെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ദോശമാവ് പരത്തുന്ന കണക്ക് തന്നെ നന്നായി പരത്തി കഴിയുമ്പോൾ അതിൻ്റെ മാവ് ഒരു ചെറുതായിട്ട് വാടിയ പോലെ ആയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് മുട്ട ഉടച്ച് ഒഴിക്കുക. അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾക്ക് കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ പെപ്പർ പൗഡർ തൂക്കി കൊടുക്കാം. ഞാനിപ്പോൾ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് സോൾട്ട് മാത്രമേ, അതായത് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് കൊച്ചിന് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പോൾ മുട്ട ശരിയായി മുകളിലത്തെ മുട്ട ഉണങ്ങി എന്ന് തോന്നിക്കഴിയുമ്പോൾ, അതായത് എന്താ പറയുന്നത്, ഒഴുകിപ്പോകുകയില്ല എന്ന ഒരു രീതിയിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കാം. അത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്. കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.